തൃശ്ശൂരിലെ കുന്നംകുളത്താണ് ദൗർഭാഗ്യകരമായ അപകടം ഉണ്ടായത്. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു എന്നതായിരുന്നു ഇതുവരെയുള്ള വിവരമെങ്കിൽ അതിൽ ഒരാൾ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത. ആംബുലൻസിലെ രോഗിയാണ് മരിച്ചത് എന്നതാണ് ഏറ്റവും ഞെട്ടലുളവാക്കുന്ന കാര്യം. നേരത്തെ നമ്മൾ ഈ ആംബുലൻസിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. സ്വാഭാവികമായും അത്രയും വേഗതയിലാണ് ആ ആംബുലൻസ് വരുന്നത്. രോഗിയില്ലാത്ത അവസ്ഥയിൽ അത്രയും വേഗത്തിൽ ആംബുലൻസുകൾ പോവാറില്ല. അപ്പോൾ ആ ആംബുലൻസിന്റെ വേഗതയിൽ തന്നെ അതിനകത്ത് രോഗികളെയും കൊണ്ട് ചീറിപ്പാഞ്ഞു പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് എന്ന സംശയം നേരത്തെ ഉണ്ടായിരുന്നു. ആ സംശയം ശരിയാണ്. ആ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയാണ് ഈ അപകടത്തെ തുടർന്ന് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഈ 7 പേർ കാറിലെ യാത്രക്കാരും ഒപ്പം ആംബുലൻസിൽ ഉണ്ടായിരുന്നവരുമായിരിക്കണം. അങ്ങനെയെങ്കിൽ ആംബുലൻസിൽ എത്ര പേർ, കാറിൽ എത്ര പേർ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. നട്രാജ് പരശുറാം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. നട്രാജ്, ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നു, ആ രോഗിയാണ് മരിച്ചത്. പേര് വിവരങ്ങളാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ടോ? ആംബുലൻസിൽ 5 പേരുണ്ടായിരുന്നു. ഒരു രോഗിയും ഇയാളുടെ ബന്ധുക്കളുമാണ് ഉണ്ടായിരുന്നത്. ഒരു രോഗിയായിരുന്ന കുഞ്ഞിരാമൻ എന്ന ആൾ 89 വയസ്സാണ്. ഇദ്ദേഹം മരിച്ചു. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് പരിക്കുണ്ട്. നേരത്തെ 2 പേർ ഗുരുതര നിലയിൽ തുടരുകയാണെന്ന് പറഞ്ഞില്ല. അവരിൽ പെടുന്നവരല്ല ഇദ്ദേഹം. ചികിത്സ തേടി ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സമയത്താണ് അപകടം ഉണ്ടായത്. കുഞ്ഞിരാമൻ എന്ന ആളാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ സ്ഥലവും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുന്നതേ ഉള്ളൂ. മറ്റ് 7 പേർ പരിക്കേറ്റ മറ്റ് 7 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നത്. അല്പസമയം മുമ്പാണ് അപകടമുണ്ടായത്. കുന്നംകുളം കാണിപ്പയ്യൂരിലാണ് അപകടമുണ്ടായിരുന്നത്. ആംബുലൻസും കാറും കൂട്ടിയിരിക്കുകയായിരുന്നു. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശ്ശൂരിലെയും കുന്നംകുളത്തെയും ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കാർ യാത്രികരായ KV ആന്റോ, ഭാര്യ പുഷ്പ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. കിൻഡർ ഹോസ്പിറ്റൽസിന്റെ ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് അവിടെ റോഡിൽ ഇത്തരത്തിൽ ഗതാഗത തടസ്സമൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതിപ്പോൾ നീക്കിയിട്ടുണ്ട്. രോഗിയായിരുന്ന കുഞ്ഞിരാമനെ പരിക്കലോട് ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നട്രാജ, കാറുകാരന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്നു. എന്ന് വെച്ചാൽ റോങ് സൈഡിലാണ് കാറുകാരൻ വരുന്നത്. ഒരു പക്ഷേ ഓട്ടോറിക്ഷയെ ചേസ് ചെയ്യാനുള്ള ശ്രമമായിരിക്കാം. അതിവേഗത്തിൽ വരുന്ന ആംബുലൻസിന്റെ വേഗത ഒരു പക്ഷേ ജഡ്ജ് ചെയ്യാൻ പറ്റിക്കാണണമെന്നില്ല. CCTV ദൃശ്യം കാണുമ്പോൾ ഒരു കാറിന് പുറകിലേക്ക് വന്ന്, അതായത് ഓട്ടോയ്ക്ക് പിറകിൽ സഞ്ചരിക്കാനുള്ള എല്ലാ സാധ്യതയും ആ ദൃശ്യത്തിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഓട്ടോ ക്രോസ് ചെയ്ത് കയറുന്നതാണ് സത്യത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയണം. കാരണം സ്വാഭാവികമായിട്ടും നല്ല വേഗതയിലാണ് ആംബുലൻസ് വന്നിരുന്നത്. അടിയന്തര ഘട്ടങ്ങളിലാണെങ്കിൽ ഇത്തരത്തിൽ ആംബുലൻസ് വേഗത്തിൽ വരിക എന്നുള്ളതും വളരെ സാധാരണമാണ്. യഥാർത്ഥത്തിൽ കാറ് സൈഫ് സൂചിപ്പിച്ചതുപോലെ ഈ ഓട്ടോയ്ക്ക് പിറകെയാണ് പോകേണ്ടിയിരുന്നത്. അതല്ലെങ്കിൽ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഈ തരത്തിൽ ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ടോ എന്ന കാര്യവും സംശയം തന്നെയാണ്. എന്തായാലും കാൽക്കുലേഷൻ ഒരു മിസ്ജഡ്ജ്മെന്റ് സംഭവിച്ചിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നേരെ വളരെ വേഗതയിൽ വരുന്ന ആംബുലൻസിന്റെ റൂട്ടിലോട്ട് കാറ് കയറി പോകുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് സ്വാഭാവികമായും വളരെ അപ്രതീക്ഷിതമായി ആംബുലൻസിന്റെ യാത്ര തടസ്സപ്പെടുന്ന രീതിയിൽ കയറിപ്പോയതുമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്നും അനുമാനിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ഇത്തരം വേഗത്തിൽ വരുന്ന ഒരു ആംബുലൻസിന് ഉടൻ ബ്രേക്ക് ഇടുകയോ മറ്റൊരു വശത്തേക്ക് വെട്ടിച്ചു പോവുകയോ ചെയ്യുക അസാധ്യമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വളരെ വലിയൊരു അപകടം നടന്നതും. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഇതിൽ രോഗിയായിരുന്ന കുഞ്ഞിരാമൻ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ വേദനയും ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു അപകട വാർത്തയാണ് കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിന്ന് പുറത്തു വരുന്നത്. ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയാണ് മരിച്ചത്. 89 വയസ്സുള്ള കുഞ്ഞിരാമനാണ് മരിച്ചത്. കുഞ്ഞിരാമൻ്റെ സ്വദേശം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടിയും കുഞ്ഞിരാമനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസാണ് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് വലിയ അപകടമുണ്ടായത്. 7 പേർക്ക് പരിക്കുണ്ട്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. നട്രാജ് പരശുറാമാണ് വിശദാംശങ്ങൾ നൽകിയത്.